ഹായ് ആൾ, വെൽക്കം ടു വൺസ്. സിഗ്നൽസ് ആൻഡ് സിസ്റ്റംസ് എന്ന സബ്ജക്റ്റ് ആണ് നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത്. ഈ സബ്ജക്റ്റ് KTU-S4 2024 സ്കീമിന്റെ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് എന്ന ബ്രാഞ്ചിലെ ഒരു കോർ പേപ്പർ ആയിട്ടാണ് വരുന്നത്. ഓക്കെ, സിഗ്നൽസ് ആൻഡ് സിസ്റ്റംസ് എന്ന് പറയുന്നത് ECE ബ്രാഞ്ചിന്റെ ഏറ്റവും ഒരു കോർ പേപ്പർ ആയിട്ടാണ് വരുന്നത്. വളരെയധികം കമ്പാരിറ്റീവ്ലി ഈസി ആയ ഒരു പേപ്പറാണ്, പ്രോബ്ലമാറ്റിക് ആണ്. അത് വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു കൺസെപ്റ്റ് ആണ്. പ്രോബ്ലമാറ്റിക് പേപ്പർ ആണ്. ഓക്കെ, സോ വെറുതെ പ്രോബ്ലമാറ്റിക് എന്ന് മാത്രം പറഞ്ഞാൽ നമുക്ക് പറ്റില്ല. കാര്യം അതിന്റെ തിയററ്റിക്കൽ കൺസെപ്റ്റ് നമ്മൾ മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ നമുക്ക് ഇതിന്റെ പ്രോബ്ലംസിലേക്ക് കൺവേർട്ട് ചെയ്ത് പോകാൻ പറ്റുള്ളൂ. ഓക്കെ, ഈ സബ്ജക്റ്റിന്റെ 80% നമുക്ക് ചോദിക്കുന്നത് എക്സാം ഓറിയന്റഡ് ആയിട്ട് ചോദിക്കുന്നത് പ്രോബ്ലംസ് ആണ്. ഒരു 20% ഏരിയ മാത്രമേ തിയറി ഓറിയന്റഡ് ആയിട്ടുള്ള ടോപ്പിക്ക് വരുന്നുള്ളൂ. ഓക്കെ, സോ നമ്മുടെ കോർ പേപ്പർ ആണെന്ന് പറഞ്ഞു. നമുക്ക് കോഴ്സ് കോഡ് എന്ന് പറയുന്നത് PC-ECT 402 ആണ്. അതുപോലെ സബ്ജക്റ്റ് ക്യാരി ചെയ്യുന്ന ക്രെഡിറ്റ് എന്ന് പറയുന്നത് 4 ആണ്. സോ ഈ സബ്ജക്റ്റില് ഫസ്റ്റ് മോഡ്യൂൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ ടു സിഗ്നൽസ് ആണ്. എന്താണ് സിഗ്നൽ എന്നുള്ള കാര്യമാണ് ആദ്യം നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത്. ഈ സബ്ജക്ട് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് സിഗ്നൽ എന്താണ്, ഓക്കെ, സിഗ്നൽ എന്താണ്, ഏതെല്ലാം ടൈപ്പ് സിഗ്നൽ ഉണ്ട് എന്നുള്ള കാര്യമാണ് നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത്. ഏതെല്ലാം സിഗ്നൽസ് ഉണ്ട്. ഓക്കെ, സോ ആദ്യം സിഗ്നൽസിലേക്ക് കടക്കാം. എന്താണ് സിഗ്നൽ? ഒരു സിഗ്നൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ഡെഫിനിഷൻ നമുക്ക് പറയാൻ പറ്റും? സോ അതിനെക്കുറിച്ചാണ് നമ്മൾ ആദ്യം പറയാൻ പോകുന്നത്. A signal may be defined as a wave that represents any physical quantity that varies with the time such as temperature, pressure, etc. നമുക്ക് നാച്ചുറൽ ഒക്കർ ചെയ്യുന്ന ഒരുപാട് ഫിസിക്കൽ ഫിനോമിനാസ് ഉണ്ട്. അതിലൊന്നാണ് ടെമ്പറേച്ചർ, പ്രഷർ, ഹ്യൂമിഡിറ്റി, അങ്ങനെയുള്ള പലതരത്തിലുള്ള നാച്ചുറൽ ഒക്കർ ചെയ്യുന്ന ഫിനോമിനാസ് ഉണ്ട്. ഫിസിക്കൽ പാരാമീറ്റേഴ്സ് എന്നാണ് നമ്മൾ അതിനെ പറയുക. സോ അങ്ങനെയുള്ള ഈ ഫിസിക്കൽ പാരാമീറ്റേഴ്സിന്റെ അനാലിസിസിന് വേണ്ടി, അതായത് ഒരു സ്പെസിഫൈഡ് ടൈമിൽ ഇത്രയാണ് അതിന്റെ ടെമ്പറേച്ചർ, വേറൊരു സ്പെസിഫൈഡ് ടൈമിൽ ഇത്ര എമൗണ്ട് അതിന്റെ ടെമ്പറേച്ചർ മാറി എന്നുള്ളതെല്ലാം നമ്മൾ റെപ്രസെന്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഓരോ ഗ്രാഫിക്കൽ മെത്തേഡാണ്. ഓരോ ഗ്രാഫിക്കലാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഈ രീതിയിൽ ഒരു ഗ്രാഫ് റെപ്രസെന്റ് ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ എക്സ് ആക്സിൽ ടൈമാണ്, Y ആക്സിൽ അതിന്റെ ടെമ്പറേച്ചർ വാല്യൂ എന്ന് പറയുന്നത് ഇവിടെ ഇപ്പോൾ 10 ഡിഗ്രി സെന്റിഗ്രേഡ് ആണെന്ന് വിചാരിക്കുക. ഇത് മാറി ഇതൊരു 5 സെക്കൻഡിലേക്ക് മാറുന്ന സമയത്ത് ഇവിടെ വരുന്ന നമ്മുടെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 8 ഡിഗ്രി സെൽഷ്യസ് ആയി മാറി. അപ്പൊ നമുക്ക് ഓരോ ടൈം ടു ടൈം ഇതിന്റെ എന്താണ് ഫിസിക്കൽ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ഫിസിക്കൽ പാരാമീറ്ററിന് വരുന്ന ചേഞ്ചസ് നമുക്ക് അനലൈസ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോ അങ്ങനെയുള്ള ഫിസിക്കൽ പാരാമീറ്റേഴ്സിന്റെ ചേഞ്ചസ് അനലൈസ് ചെയ്തെടുക്കാൻ പറ്റുന്നത് കൊണ്ടാണ് നമ്മൾ ഇതിനെ സിഗ്നൽ അല്ലെങ്കിൽ ഇതൊരു വേവ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. ഒരു വേവ്, സിഗ്നൽ എന്ന് പറയുന്നത് തന്നെ ബേസിക്കലി ഒരു വേവ് ആണ്. വേവിന് കുറെ പ്രോപ്പർട്ടീസ് ഉണ്ട്, അല്ലെങ്കിൽ വേവിന് കുറെ കമ്പോണൻസ് റെപ്രസെന്റ് ചെയ്യുന്നുണ്ട്. അതിനെല്ലാത്തിനെ കുറിച്ച് നമ്മൾ +1 ഫിസിക്സിലെ +1 ടോപ്പിക്കിൽ നമ്മൾ ഒരു ചാപ്റ്റർ പഠിക്കുന്നുണ്ട്, വേവ്സ് എന്ന് പറഞ്ഞിട്ട്. അതിനകത്ത് നമ്മൾ പഠിക്കുന്നുണ്ട് സിഗ്നലിന്റെ കുറെ പ്രോപ്പർട്ടീസ്, അല്ലെങ്കിൽ സിഗ്നലിന്റെ പ്രോപ്പർട്ടീസ് നമുക്ക് പറയാൻ പറ്റില്ല, സിഗ്നലിന്റെ കുറച്ച് പാരാമീറ്റേഴ്സ് അങ്ങനെയാണ് പറയാൻ പറ്റുക. പാരാമീറ്റേഴ്സ് ഒന്ന് ആംപ്ലിറ്റ്യൂഡ്, വേവ് ലെങ്ത്, ഫേസ്, ഫ്രീക്വൻസി, അങ്ങനെ കുറെ പാരാമീറ്റേഴ്സിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോ ഇതെല്ലാം നമ്മൾ സിഗ്നൽസിലേക്ക് വരുന്ന സമയത്ത് വേവിനെ സിഗ്നലിലേക്ക് റെപ്രസെന്റ് ചെയ്യുന്നു. രണ്ടും ഒരേ കാര്യം തന്നെയാണ്. വേവ് എന്ന് പറയുന്നതും സിഗ്നൽ എന്ന് പറയുന്നതും ഒരേ കാര്യം തന്നെയാണ്. പക്ഷേ ഈ വേവ് അല്ലെങ്കിൽ ഒരു സിഗ്നൽ എന്ന് പറയുന്നത് ഒരു 2 ഡയമെൻഷണൽ ഗ്രാഫ് ആണ്. എന്താണ് 2 ഡയമെൻഷണൽ ഗ്രാഫ്? 2 ഡയമെൻഷൻസ്, എക്സ് ആക്സിസ് ഉണ്ട്, ആൾസോ എന്തുകൊണ്ട് Y ആക്സിസ് ഉണ്ട്. അപ്പൊ ഈ 2 ഡയമെൻഷൻസ് ഉള്ള എക്സ് ആക്സും Y ആക്സിസ് റെപ്രസെന്റ് ചെയ്യുന്ന ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആണ് നമ്മൾ എന്ത് പറയുന്നത്, സിഗ്നൽ എന്ന് പറയുന്നത്. അതിൽ എക്സ് ആക്സിൽ മേജറലി റെപ്രസെന്റ് ചെയ്യുന്നത് ടൈം ആണ്. എക്സ് ആക്സിൽ റെപ്രസെന്റ് ചെയ്യുന്നത് ടൈം. Y ആക്സിൽ എല്ലായ്പ്പോഴും റെപ്രസെന്റ് ചെയ്യുന്നത് അതിന്റെ എന്തായിരിക്കും, ആംപ്ലിറ്റ്യൂഡ് ആയിരിക്കും. അപ്പോൾ എക്സ് ആക്സിൽ ടൈമും Y ആക്സിൽ അതിന്റെ ആംപ്ലിറ്റ്യൂഡ് റെപ്രസെന്റ് ചെയ്യുന്നതാണ് ബേസിക്കലി ഒരു സിഗ്നലിന്റെ റെപ്രസെന്റേഷൻ. ബേസിക് റെപ്രസെന്റേഷൻ ആണ് ഞാൻ പറയുന്നത്. ഇതിന്റെ അഡ്വാൻസ്ഡ് റെപ്രസെന്റേഷൻസ് ഒക്കെ വേറെ കാര്യങ്ങളുണ്ട്. ബേസിക്കലി ഒരു സിഗ്നൽ റെപ്രസെന്റ് ചെയ്യുന്നത് ഈ രീതിയിലാണ്. ഒരു 2 ഡയമെൻഷൻ ഗ്രാഫ് ആണ്. ആ 2 ഡയമെൻഷൻ ഗ്രാഫിൽ എക്സ് ആക്സിൽ ടൈമും Y ആക്സിൽ എന്താ റെപ്രസെന്റ് ചെയ്യുന്നത്, ആംപ്ലിറ്റ്യൂഡും ആണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് സിഗ്നലിന്റെ ബേസിക് റെപ്രസെന്റേഷൻ എന്ന് നമ്മൾ പറയുന്നത്. ഇനി നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത്, നമുക്ക് ഇവിടെ സബ്ജക്റ്റിലേക്ക് നമുക്ക് പോകുമ്പോൾ പഠിക്കാനുള്ളത്, ആദ്യം അറിയേണ്ടത് ക്ലാസിഫിക്കേഷൻ ഓഫ് സിഗ്നൽസ്. എന്തൊക്കെയാണ് സിഗ്നൽസിന്റെ ക്ലാസിഫിക്കേഷൻസ്, ഏതെല്ലാം രീതിയിലാണ് സിഗ്നലിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്, ആ ഒരു ക്ലാസിഫിക്കേഷൻ അനുസരിച്ച് സിഗ്നലിനെ ഏതെല്ലാം കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്, എങ്ങനെയൊക്കെ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. അതിൽ ഓരോ കാറ്റഗറീസ് ആണ്. ആദ്യം പറയുന്നത് കണ്ടിന്യൂസ് ഓർ ഡിസ്ക്രീറ്റ്, 2 ഡിറ്റർമിനിസ്റ്റിക് ഓർ റാൻഡം, 3 പീരിയോഡിക് ഓർ അപീരിയോഡിക്, 4 ഈവൻ ആൻഡ് ഓഡ്, 5 എനർജി ആൻഡ് പവർ. അപ്പൊ ഈ രീതിയിൽ
5 രീതിയിൽ ബേസിക്കലി അതിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. ഇത് ഓരോന്നും എന്താണ് ഇത് ഓരോന്നും കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നതിനെ കുറിച്ചൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഈ സബ്ജക്റ്റിൽ പഠിക്കാനുണ്ട്. സോ അത് ഓരോന്നും എന്തൊക്കെയാണ് എന്നുള്ള കാര്യം നമുക്ക് ആദ്യം നോക്കാം. ആദ്യം പറയുന്നത് കണ്ടിന്യൂസ് അഥവാ ഡിസ്ക്രീറ്റ്. ഓക്കെ, എന്താണ് കണ്ടിന്യൂസ് ടൈം സിഗ്നൽ, എന്താണ് ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽ? കണ്ടിന്യൂസ് ടൈം സിഗ്നൽ എ സിഗ്നൽ ദാറ്റ് റെപ്രസെന്റ്സ് ഇൻ ടൈം ഡൊമൈൻ. സിഗ്നൽ എല്ലാം ഏത് ഡൊമൈനിലാണ് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞത് ടൈം ഡൊമൈനിലാണ് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. ദാറ്റ് വേരീസ് കണ്ടിന്യൂസ് ഇൻ ടൈം വിത്ത് കണ്ടിന്യൂസ് ഇൻ ആംപ്ലിറ്റ്യൂഡ്. ദാറ്റ് വേരീസ് കണ്ടിന്യൂസ് ഇൻ ടൈം. ടൈമും കണ്ടിന്യൂസ് ആണ്, ആൾസോ ആംപ്ലിറ്റ്യൂഡും എന്ത് തന്നെയാണ്, കണ്ടിന്യൂസ് ആണ്. ഓക്കെ, ടൈം കണ്ടിന്യൂസ്, ആൾസോ ആംപ്ലിറ്റ്യൂഡ് കണ്ടിന്യൂസ് ആയിട്ട് വേരി ചെയ്യുകയാണെങ്കിൽ അത്തരം സിഗ്നലിനെയാണ് ഞാൻ എന്ത് പറയുന്നത്, കണ്ടിന്യൂസ് ടൈം സിഗ്നൽ എന്ന് പറയുന്നത്. ബേസിക്കലി ഇത് ഡെഫിനിഷൻ. ഇനി എന്താണ് നമ്മൾ ആക്ച്വലി ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പോ ഇവിടെ ഒരു സിഗ്നൽ വരയ്ക്കുകയാണ്. എക്സ് ആക്സിൽ ഞാൻ പറഞ്ഞു ടൈം ആണ്, വൈ ആക്സിൽ എന്താണ്, ആംപ്ലിറ്റ്യൂഡ് ആണ്. അപ്പൊ എന്റെ ഒരു സിഗ്നലാണ് ഞാൻ വരയ്ക്കാൻ പോകുന്നത് ഈ രീതിയിൽ. ഇതാണ് എന്റെ ഒരു സിഗ്നൽ, ഏത് സിഗ്നൽ ആയിക്കോട്ടെ. ആ സിഗ്നലില് ഇവിടെ ഇപ്പോ എക്സ് ആക്സിലെ പോയിന്റ് എന്താണ്, 0. ഇവിടെ ഞാൻ 1 എന്ന് പറയുന്ന പോയിന്റ് ഇവിടെ എടുത്തു, 2 എന്ന് പറയുന്ന പോയിന്റ് ഇവിടെ എടുത്തു, 3 ഇങ്ങനെ എടുത്തു. ഈ രീതിയിൽ പൊക്കോണ്ടിരിക്കുക, 0, 1, 2, 3 എക്സെട്ര. ഓക്കെ അല്ലേ? സോ അങ്ങനെ വരുന്ന ഈ സിഗ്നലില് നമുക്കിപ്പോ 0ക്കും 1നും ഇടയിൽ ഈ ഒരു സ്കെയിലിനെ 10 ആയിട്ട് എനിക്ക് ഡിവൈഡ് ചെയ്യാം. ഓരോന്നും ഓരോ ഡിവിഷൻ ആയിട്ട് 1, 2, 3 എന്ന് പറഞ്ഞിട്ട് എനിക്ക് 10 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. 0.1, 0.2, 0.3 ആ രീതിയിൽ ഡിവൈഡ് ചെയ്യാം അല്ലെ? അപ്പൊ ഇത് ഓരോന്നും എന്താണ്, 0.1, 0.2, 0.3, 0.4, 0.5, 0.6, 0.7, 0.8, 0.9, 1. ഇനി ഈ 0ക്കും 0.1നും ഇടയിൽ ഈ 0.1ൽ എനിക്ക് ഒരു ആംപ്ലിറ്റ്യൂഡ് വാല്യൂ കിട്ടുന്നുണ്ടോ? കിട്ടുന്നുണ്ട്. 0.2ൽ കിട്ടുന്നുണ്ട്, 0.3ൽ കിട്ടുന്നുണ്ട്, 0.4ൽ കിട്ടുന്നുണ്ട്. ഓരോ പൊസിഷനിലും എനിക്ക് ഓരോ ആംപ്ലിറ്റ്യൂഡ് വാല്യൂസ് എനിക്ക് അസൈൻ ചെയ്ത് എടുക്കാൻ പറ്റുന്നുണ്ട്. ഓരോ പൊസിഷൻസിലും ഓരോ ആംപ്ലിറ്റ്യൂഡ് വാല്യൂസ് എനിക്ക് അസൈൻ ചെയ്ത് എടുക്കാൻ പറ്റുന്നുണ്ട്. അത്തരം സിഗ്നൽസിനെയാണ് കണ്ടിന്യൂസ് ടൈം സിഗ്നൽ. ഇനി ഞാൻ പോട്ടെ 0ക്കും 0.1നും ഇടയിൽ, 0ക്കും 0.1നും ഇടയിൽ വീണ്ടും എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പറയുന്ന ഓരോ പോയിന്റ് 0ക്കും 0.1നും ഇടയിൽ വീണ്ടും എനിക്ക് ചെറിയ പോയിന്റ്സ് ഡിസൈൻ ചെയ്തെടുക്കാൻ പറ്റും. എന്താണ്, 0ക്കും 0.1നും ഇടയിൽ വീണ്ടും 10 ഡിവിഷൻ ഉണ്ടാക്കാം. 0.01, 0.02, 0.03. ആ ഓരോ ടൈം ഇന്റർവെല്ലും ആ ഒരു 0.01ൽ ഇവിടെ ഒരു ആംപ്ലിറ്റ്യൂഡ് ഉണ്ടോ? ഉണ്ട്. അപ്പോൾ എത്ര ചെറിയ മൈന്യൂട്ട് ഇൻസ്റ്റന്റ് ഓഫ് ടൈമിലും, ടൈം എത്രത്തോളം ചെറുതാക്കിയാലും എനിക്ക് അവിടെ എല്ലായിടത്തും ഒരു ആംപ്ലിറ്റ്യൂഡ് വാല്യൂ അസൈൻ ചെയ്തെടുക്കാൻ പറ്റുമെങ്കിൽ, അല്ലെങ്കിൽ സെലക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് എങ്കിൽ അത്തരം സിഗ്നൽസിനെ പറയുന്നതാണ് കണ്ടിന്യൂസ് ടൈം സിഗ്നൽസ്. ഏതൊരു ചെറിയ മൈന്യൂട്ട് ഇൻസ്റ്റന്റ് ഓഫ് പോയിന്റിലും എനിക്കൊരു ആംപ്ലിറ്റ്യൂഡ് വാല്യൂ സെലക്ട് ചെയ്തെടുക്കാൻ പറ്റുമെങ്കിൽ അത്തരം സിഗ്നൽസിനെ പറയുന്നതാണ് എന്ത്, കണ്ടിന്യൂസ് ടൈം സിഗ്നൽ. ഓക്കെ അല്ലേ? അപ്പൊ 0.01ൽ എനിക്കൊരു ആംപ്ലിറ്റ്യൂഡ് ഉണ്ട്, 0.02ൽ ഒരെണ്ണം ഉണ്ട്. ഓക്കെ, വീണ്ടും 0.01നെ വീണ്ടും 10 ഡിവിഷനിലേക്ക് മാറ്റിയാലോ, 0.001 ആ രീതിയിൽ മാറ്റാം. അപ്പൊ എത്ര രീതിയിൽ വേണമെങ്കിലും എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, റെഡ്യൂസ് ചെയ്തെടുക്കാൻ പറ്റും. എത്രത്തോളം ചെറിയ മൈന്യൂട്ട് ഇൻസ്റ്റന്റ് ഓഫ് പോയിന്റിലും എനിക്കൊരു ആംപ്ലിറ്റ്യൂഡ് വാല്യൂ അസൈൻ ചെയ്തെടുക്കാൻ പറ്റും. അത്തരം സിഗ്നൽസിനെയാണ് ഞാൻ എന്ത് പറയുന്നത്, കണ്ടിന്യൂസ് ടൈം സിഗ്നൽസ് എന്ന് പറയുന്നത്. അത്തരം സിഗ്നലാണ് കണ്ടിന്യൂസ് ടൈം സിഗ്നൽ. ഇനി ഞാൻ ഡിസ്ക്രീറ്റിലേക്ക് പോവുകയാണ്. ഡിസ്ക്രീറ്റിലേക്ക് പോകുന്ന സമയത്ത് എ സിഗ്നൽ ദാറ്റ് റെപ്രസെന്റ്സ് ഇൻ ടൈം ഡൊമൈൻ വേരീസ് ഇൻ ഡിസ്ക്രീറ്റ് ഇൻ ടൈം ബട്ട് കണ്ടിന്യൂസ് ഇൻ ആംപ്ലിറ്റ്യൂഡ് ഈസ് നോൺ ആസ് ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽ. കണ്ടിന്യൂസ് ടൈം സിഗ്നലിൽ ഒരു കാര്യം കൂടെ നമ്മൾ അറിഞ്ഞിരിക്കണം. കണ്ടിന്യൂസ് ടൈം സിഗ്നലില് ടി ആണ്, എക്സ് ആക്സിൽ ടൈം ആണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് പറയുന്നു. വൈ ആക്സിൽ എന്താ റെപ്രസെന്റ് ചെയ്യുന്നത്, ആംപ്ലിറ്റ്യൂഡ് ആണ്. ഈ ആംപ്ലിറ്റ്യൂഡിനെ റെപ്രസെന്റ് ചെയ്യുന്നത് എക്സ് ഓഫ് ടി എന്നാണ്. അത് അറിഞ്ഞിരിക്കണം. ആംപ്ലിറ്റ്യൂഡിനെ റെപ്രസെന്റ് ചെയ്യുന്നത് എക്സ് ഓഫ് ടി. എക്സ് ആണ് ആക്ച്വലി ആംപ്ലിറ്റ്യൂഡ്, അത് ഏതിന്റെ ഫംഗ്ഷൻ ആണ്, ടിയുടെ ഫംഗ്ഷൻ ആണ്. അതുകൊണ്ടാണ് എക്സ് ഓഫ് ടി. ഇതേ കാര്യം ഡിസ്ക്രീറ്റിലേക്ക് വരുന്ന സമയത്തുള്ള പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഇപ്പോൾ എക്സ് ആക്സിൽ ടൈം തന്നെയാണ്, വൈ ആക്സിൽ അതിന്റെ ആംപ്ലിറ്റ്യൂഡ് 0, 1, 2, 3, 4 ഈ രീതിയിൽ പൊക്കോണ്ടിരിക്കും. ഓക്കെ അല്ലേ? സോ അങ്ങനെ വരുന്ന സമയത്ത് 0ൽ ഒരു ആംപ്ലിറ്റ്യൂഡ്, 1ൽ ഒരു ആംപ്ലിറ്റ്യൂഡ്, 2ൽ വേറൊരു ആംപ്ലിറ്റ്യൂഡ്, 3ൽ ഒരു ആംപ്ലിറ്റ്യൂഡ്, 4ൽ ഒരു ആംപ്ലിറ്റ്യൂഡ്. ഇവിടെ ഒരിടത്തും 0.01 എന്നോ 1.2 എന്നോ 3.5 എന്നോ അങ്ങനെയുള്ള ചെറിയ ചെറിയ പോയിന്റ്സ്, അതായത് പോയിന്റ് വാല്യൂസ് നമുക്ക് എവിടെ എക്സിസ്റ്റ് ചെയ്യുന്നില്ല, ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ഏതില്, ഡിസ്ക്രീറ്റിൽ എല്ലായ്പ്പോഴും ടൈം ആക്സിസിലെ വാല്യൂസ് എക്സിസ്റ്റ് ചെയ്യുന്നത് എന്ത് വാല്യൂസ് ആയിരിക്കും, ഇൻഡിജർ വാല്യൂസ് ആയിരിക്കും. ഇതിപ്പോ -1, -2 അങ്ങനെയൊക്കെ വരാം.
ഓക്കെ അല്ലേ? അപ്പൊ കണ്ടിന്യൂസ് ടൈം സിഗ്നൽ ആണെങ്കിൽ ഏതൊരു ചെറിയ മൈന്യൂട്ട് ഇൻസ്റ്റന്റിലും ആംപ്ലിറ്റ്യൂഡ് വാല്യൂ കിട്ടും. പക്ഷെ ഇവിടെ നമുക്ക് കിട്ടുന്നത് ഹോൾ നമ്പേഴ്സ് ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. നമുക്ക് ഇന്റിജർ നമ്പേഴ്സിൽ ആംപ്ലിറ്റ്യൂഡ് വാല്യൂസ് അസൈൻ ചെയ്തെടുക്കാൻ പറ്റും. ഇവിടെ ഒരിക്കലും 2.2 എന്നോ 1.5 എന്നോ 1.3 എന്നോ ഉള്ള പോയിന്റ്സ് ഒന്നും എവിടെ നമുക്ക് കൊടുക്കാൻ പറ്റില്ല. ഡിസ്ക്രീറ്റ് ടൈം സിഗ്നലിൽ നമുക്ക് എക്സിസ്റ്റ് ചെയ്യുന്നില്ല ഇവിടെ. അതുകൊണ്ട് തന്നെ ഈ സിഗ്നലിനെ റെപ്രസെന്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ് ആക്സിൽ എൻ എന്നാണ് അതിനെ നൊട്ടേറ്റ് ചെയ്യുന്നത്, വൈ ആക്സിസ് റെപ്രസെന്റ് ചെയ്യുന്നത് എക്സ് ഓഫ് എൻ എന്നാണ്. അപ്പോൾ ഒരു സിഗ്നൽ എക്സ് ഓഫ് എൻ എന്നിന്റെ ഫംഗ്ഷൻ ആയിട്ടാണ് ഒരു സിഗ്നലിനെ റെപ്രസെന്റ് ചെയ്ത് തന്നിരിക്കുന്നതെങ്കിൽ, എന്നിന്റെ ഫംഗ്ഷൻ ആയിട്ടാണ് ഒരു സിഗ്നലിനെ റെപ്രസെന്റ് ചെയ്ത് തന്നിരിക്കുന്നതെങ്കിൽ ആ സിഗ്നൽ എന്ത് സിഗ്നലാണ്? ഡിസ്ക്രീറ്റ് ടൈം സിഗ്നലാണ്. മറിച്ച് ആ ഒരു സ്പെസിഫൈഡ് സിഗ്നലിന്റെ എക്സ്പ്രഷൻ തന്നിരിക്കുന്നത് ടിയുടെ ഫംഗ്ഷനിലാണെങ്കിൽ, എക്സ് ഓഫ് ടി എന്നാണെങ്കിൽ അതെന്ത് സിഗ്നലാണ്? കണ്ടിന്യൂസ് ടൈം സിഗ്നൽ. അപ്പൊ എക്സ് ഓഫ് ടി എന്ന് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത് കണ്ടിന്യൂസ് ടൈം സിഗ്നലും എക്സ് ഓഫ് എൻ എന്ന് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത് ഏത് സിഗ്നലുമാണ്? ഡിസ്ക്രീറ്റ് ടൈം സിഗ്നലുമാണ്. അപ്പോൾ അതാണ് അതിന്റെ ക്ലാസിഫിക്കേഷൻ ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ഓക്കെ, ഇതിനകത്ത് തിയറി മാത്രമാണുള്ളത്. ഈ ഒരു കൺസെപ്റ്റ് അറിഞ്ഞിരിക്കുക മാത്രമേ ഉള്ളൂ. കണ്ടിന്യൂസ് ടൈം സിഗ്നലും ഡിസ്ക്രീറ്റ് ടൈം സിഗ്നലും ഡിഫൈൻ ചെയ്യാനൊന്നും നമുക്ക് ചോദിക്കില്ല. ബട്ട് ഈ സബ്ജക്റ്റിന്റെ ത്രൂ ഔട്ട് നമ്മളിത് ബേസിക്കലി അറിഞ്ഞിരിക്കണം. എക്സ് ഓഫ് എൻ എന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കണം അത് ഡിസ്ക്രീറ്റ് ആണ്. എക്സ് ഓഫ് ടി എന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കണം അത് കണ്ടിന്യൂസ് ആണ്. ഓക്കെ അല്ലേ? സോ നമുക്ക് വേറൊരു ക്ലാസിഫിക്കേഷനിലേക്ക് പോവാം. അടുത്ത രണ്ടാമത് പറയുന്ന ക്ലാസിഫിക്കേഷൻ ആണ് ഡിറ്റർമിനിസ്റ്റിക് ആൻഡ് റാൻഡം. ഒരു ഡിറ്റർമിനിസ്റ്റിക് സിഗ്നലും ഒരു റാൻഡം സിഗ്നലും. എന്താണ് ഡിറ്റർമിനിസ്റ്റിക്? ഡിറ്റർമിനിസ്റ്റിക് സിഗ്നൽ ഉദ്ദേശിക്കുന്നത് എ സിഗ്നൽ വിച്ച് ഈസ് റെപ്രസെന്റഡ് ആസ് എ ഫിക്സഡ് ആംപ്ലിറ്റ്യൂഡ് വാല്യൂ അറ്റ് എ ഫിക്സഡ് ഇൻസ്റ്റന്റ് ഓഫ് ടൈം ഈസ് നോൺ ആസ് ഡിറ്റർമിനിസ്റ്റിക് സിഗ്നൽ. Otherwise, a signal that can be represented as a mathematical expression is known as deterministic signal. Otherwise, it can be represented as random signal. അതായത് ഒരു ഫിക്സഡ് എക്സ്പ്രഷനെ ബേസ് ചെയ്തിട്ട് ഒരു സ്റ്റാൻഡേർഡ് സിഗ്നൽ എല്ലായ്പ്പോഴും ഒരു ഫിക്സഡ് എക്സ്പ്രഷനെ ബേസ് ചെയ്തിട്ടായിരിക്കും. അതായത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ എക്സ് ഓഫ് ടി ഈക്വൽ ടു എ സൈൻ ഒമേഗ ടി എന്ന് പറഞ്ഞാൽ എനിക്കറിയാം എന്താണ് സൈൻ വേവ് ആണ്. എ സൈൻ ഒമേഗ ടി എന്ന് വന്നു കഴിഞ്ഞാൽ അതെന്താണ്? ആക്ച്വലി സൈൻ വേവ് ആണ്. അപ്പൊ ആ സൈൻ വേവിനെ റെപ്രസെന്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് ആ സൈൻ വേവ് എന്താണെന്നും അതിന്റെ ഷേപ്പ് എന്താണ് എന്നുള്ള കാര്യങ്ങളെല്ലാം എനിക്കറിയാം. അപ്പോൾ ഒരു ഫിക്സഡ് മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ അവിടെ ഉണ്ട്. ആ എക്സ്പ്രഷനെ ബേസ് ചെയ്തിട്ടാണ് ഈ സിഗ്നൽ എക്സിസ്റ്റ് ചെയ്യുന്നത്. ഒരു സ്പെസിഫൈഡ് എക്സ്പ്രഷനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ആ സിഗ്നൽ എക്സിസ്റ്റ് ചെയ്യുന്നത്. അത്തരം സിഗ്നൽസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡിറ്റർമിനിസ്റ്റിക് സിഗ്നൽ എന്ന് പറയുന്നത്. ഒരു സ്പെസിഫൈഡ് മാത്തമാറ്റിക്കൽ എക്സ്പ്രഷനെ ബേസ് ചെയ്തിട്ട് ഒരു സിഗ്നലിനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത്തരം സിഗ്നലാണ് ഡിറ്റർമിനിസ്റ്റിക് സിഗ്നൽ. ഒരു സ്പെസിഫൈഡ് എക്സ്പ്രഷൻ ഇങ്ങനെയായിരിക്കണം. ടൈം T0 ആകുന്ന സമയത്ത് ഇത്രയാണ് അതിന്റെ ആംപ്ലിറ്റ്യൂഡ്, T10 ആകുന്ന സമയത്ത് ഇതാണ് ആംപ്ലിറ്റ്യൂഡ്, T50 ആകുന്ന സമയത്ത് ഇതാണ് ആംപ്ലിറ്റ്യൂഡ് എന്നുള്ളത് നമുക്ക് ആൾറെഡി പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. അത്തരം സിഗ്നൽസ് ആണ് എന്ത് പറയുന്നത്? ഡിറ്റർമിനിസ്റ്റിക് സിഗ്നൽ. ഇനി അതല്ല, നമുക്കൊരു സ്പെസിഫൈഡ് എക്സ്പ്രഷനോ സ്പെസിഫൈഡ് ഫംഗ്ഷനോ അനുസരിച്ചല്ല, ഏത് രീതിയിൽ വേണോ, നമുക്കൊരു പ്രീവിയസ്ലി പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല ഈ ഷേപ്പിലായിരിക്കും സിഗ്നൽ കിട്ടുന്നതെന്ന്. അത്തരം സിഗ്നലിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റാൻഡം സിഗ്നൽ എന്ന് പറയുന്നത്. അപ്പൊ റാൻഡം സിഗ്നൽ എന്ന് പറയുന്ന സമയത്ത് സിഗ്നലിന്റെ എക്സ്പ്രഷനോ സിഗ്നലിന്റെ ഷേപ്പോ ഒന്നും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നമുക്ക് അറിയാൻ പറ്റില്ല, പ്രീവിയസ്ലി നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അത്തരം സിഗ്നൽസിനെയാണ് എന്ത് പറയുന്നത്? റാൻഡം സിഗ്നൽ. ഇത് ജസ്റ്റ് തിയററ്റിക്കലി നിങ്ങൾ അറിഞ്ഞിരുന്നാൽ മതി. ഒരു സ്പെസിഫൈഡ് മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ വഴി റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്ന സിഗ്നലിനെയാണ് ഡിറ്റർമിനിസ്റ്റിക് സിഗ്നൽ എന്ന് പറയുന്നത്. അതല്ലാത്തവ റാൻഡം സിഗ്നൽ. അത്രേ ഉള്ളൂ. ഓക്കെ. സോ അതുപോലെ തന്നെ വേറൊരു ക്ലാസിഫിക്കേഷൻ ആണ് പീരിയോഡിക് ആൻഡ് അപീരിയോഡിക്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് മുതലാണ് നമുക്ക് ടോപ്പിക്കിലെ പ്രോബ്ലമാറ്റിക് സെഷൻ എന്ന രീതിയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ. പീരിയോഡിക് എന്താണ്, അപീരിയോഡിക് എന്താണ്? ആ പേരിൽ തന്നെയുണ്ട് പീരിയോഡിക് സിഗ്നൽ ആൻഡ് അപീരിയോഡിക് സിഗ്നൽ. ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പീരിയോഡിക് വേവ് എന്ന് പറഞ്ഞിട്ട് +1 വേവ്സ് എന്ന ചാപ്റ്ററിൽ തന്നെ നമ്മൾ പഠിക്കുന്നുണ്ട്. ടൈം പീരീഡ് ഒക്കെ കണ്ടുപിടിക്കുന്ന കാര്യങ്ങൾ. എന്താണ് പീരിയോഡിക് വേവ്? എ സിഗ്നൽ വിച്ച് റിപ്പീറ്റ്സ് ഇറ്റ്സെൽഫ്. ഒരു സ്പെസിഫൈഡ് ഇന്റർവൽ അനുസരിച്ച് റിപ്പീറ്റ് ചെയ്ത് വരുന്ന സെയിം വാല്യൂ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് റിപ്പീറ്റ് ചെയ്ത് വരുന്ന ഫംഗ്ഷനെയാണ് അല്ലെങ്കിൽ സിഗ്നലിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പീരിയോഡിക് സിഗ്നൽ എന്ന് പറയുന്നത്. ഒരു സ്പെസിഫൈഡ് ഫംഗ്ഷന്, ഒരു സ്പെസിഫൈഡ് സിഗ്നൽ കണ്ടിന്യൂസ്ലി റിപ്പീറ്റ് ചെയ്ത് വരുന്നതിനെയാണ് എന്ത് പറയുന്നത്? പീരിയോഡിക് സിഗ്നൽ എന്ന് പറയുന്നത്. അതായത് എന്താ സംഭവിക്കുന്നത്? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സൈൻ വേവ്, ഇത്രയും പോർഷൻ, ഇതേ കാര്യം തന്നെ വീണ്ടും വരുന്നു, ഇതേ സംഭവം തന്നെ വീണ്ടും എത്ര ഡ്യൂറേഷൻ ആണെങ്കിലും എക്സിസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് ഈ പോയിന്റ് വരെ, ആൾസോ ഈ പോയിന്റ് വരെ, ആൾസോ ഈ പോയിന്റ് വരെ. ദിസ് വൺ 2π എന്നാണ് എടുക്കുന്നതെങ്കിൽ ഇതെന്താണ്? 4π എന്നാണ്. ഇതെന്താണ്? 6π എന്നാണ്. അപ്പൊ ഈ രീതിയിലായിരിക്കും പൊക്കോണ്ടിരിക്കുക. അതായത് ഈ ഒരു ഡ്യൂറേഷൻ 0 to 2π, ഈ ഒരു ഡ്യൂറേഷൻ 2π to
4π. ഈ ഒരു ഡ്യൂറേഷൻ അത് 4π to 6π. ഓക്കെ, അപ്പൊ ഈ ഒരു ഫിക്സഡ് ഡ്യൂറേഷൻ, അതിന്റെ ഷേപ്പോ ഡയമെൻഷനോ ഒരു മാറ്റവും വരുന്നില്ല. ഒരു സിഗ്നൽ റിപ്പീറ്റ്സ് ഇറ്റ്സെൽഫ്, ഒരു സ്പെസിഫൈഡ് ഡ്യൂറേഷൻ അനുസരിച്ച് കണ്ടിന്യൂസ് ആയിട്ട് സെയിം വാല്യൂ തന്നെ റിപ്പീറ്റ് ചെയ്ത് വരികയാണെങ്കിൽ അത്തരം സിഗ്നൽസിനെയാണ് ഞാൻ എന്ത് പറയുന്നത്, പീരിയോഡിക് സിഗ്നൽസ് എന്ന് പറയുന്നത്. അങ്ങനെ അല്ലാത്തവയാണ് നമ്മൾ എന്ത് പറയുന്നത്, നോൺ പീരിയോഡിക് സിഗ്നൽ എന്ന് പറയും, അല്ലെങ്കിൽ അപീരിയോഡിക് സിഗ്നൽ എന്ന് പറയും. രണ്ടും ഒന്ന് തന്നെയാണ്, നോൺ പീരിയോഡിക് അഥവാ അപീരിയോഡിക് എന്ന് പറയേണ്ടി വരും. ഓക്കെ അല്ലേ? അപ്പൊ ഈ രീതിയിലാണ് പീരിയോഡിസിറ്റി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് പ്രോബ്ലംസിന്റെ സെക്ഷനിലേക്ക് ഞാൻ പറഞ്ഞു. ഒരു പ്രോബ്ലം നമുക്ക് ചോദിക്കുന്നത് ചെക്ക് വെദർ ദ സിഗ്നൽ ഈസ് പീരിയോഡിക് ഓർ നോട്ട്. ഒരു സിഗ്നൽ പീരിയോഡിക് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് നമുക്ക് പ്രോബ്ലംസിൽ നമുക്ക് ചോദിക്കും. അപ്പോൾ അങ്ങനെയുള്ളൊരു ക്വസ്റ്റ്യനിൽ നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് ആ തന്നിരിക്കുന്ന സിഗ്നലിന്റെ എന്ത് കാണണം, ടൈം പീരീഡ് കാണണം. ടൈം പീരീഡ് കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് 2π ഡിവൈഡഡ് ബൈ ഒമേഗ. ടൈം പീരീഡ് കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് 2π ഡിവൈഡഡ് ബൈ ഒമേഗ. അപ്പോൾ ആ ഒമേഗ എന്ന് പറയുന്നത് നമുക്ക് തന്നിരിക്കുന്നത്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇങ്ങനെ ഒരു വേവ് ഉണ്ട്, a sin 2πt. അപ്പോൾ ഒമേഗ എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് ഇവിടുത്തെ ടിയുടെ കോഎഫിഷ്യന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഒമേഗ എന്ന് പറയുന്നത്. അവിടുത്തെ സ്മോൾ ടിയുടെ കോഎഫിഷ്യന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഒമേഗ എന്ന് പറയുന്നത്. ആ ഒമേഗ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ടിയുടെ വാല്യൂ മെഷർ ചെയ്യുക. ആ കിട്ടുന്ന ടിയുടെ വാല്യൂ, അപ്പോൾ കിട്ടുന്ന ടിയുടെ വാല്യൂ എന്ന് പറയുന്നത് ഒരു റേഷണൽ നമ്പർ ആണെങ്കിൽ, നമുക്ക് കിട്ടുന്ന ടൈം പീരീഡിന്റെ വാല്യൂ ഒരു റേഷണൽ നമ്പർ ആണെങ്കിൽ ആ സിഗ്നലിനെയാണ് ഞാൻ എന്ത് പറയുന്നത്, പീരിയോഡിക് സിഗ്നൽ എന്ന് പറയുന്നത്. ടൈം പീരീഡ് ഒരു റേഷണൽ നമ്പർ. എന്താണ് റേഷണൽ നമ്പർ? ഏതെങ്കിലും ഒരു നമ്പർ, ആ നമ്പറിനെ p/q ഫോമിൽ റെപ്രസെന്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ, അത്തരം സിഗ്നൽസ് അത്തരം നമ്പേഴ്സിനെയാണ് ഞാൻ എന്ത് പറയുന്നത്, റേഷണൽ നമ്പർ എന്ന് പറയുന്നത്. ഇപ്പൊ 1/2 ഒരു റേഷണൽ നമ്പറാണ്. 5നെ എനിക്ക് ഫ്രാക്ഷൻ ഫോമിൽ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. 5/1 എന്ന് എഴുതിക്കൂടെ? ഓക്കെ അല്ലേ? അപ്പൊ ഫ്രാക്ഷൻ ഫോമിൽ റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്ന നമ്പേഴ്സിനെയാണ് ഞാൻ എന്ത് പറയുന്നത്, റേഷണൽ നമ്പർ. ഇനി അതല്ലാത്ത നമ്പർ നോക്കാം, ഇറേഷണൽ ആയിട്ടുള്ള നമ്പർ നോക്കാം. പൈ എന്ന് പറയുന്നത് ഇറേഷണൽ നമ്പറാണ്. കാരണം പൈക്ക് ഒരു സ്റ്റാൻഡേർഡ് വാല്യൂ അല്ല, പൈക്ക് ഒരു സ്പെസിഫൈഡ് വാല്യൂ അല്ല, അപ്രോക്സിമേറ്റ് വാല്യൂ ആണ് നമ്മൾ 3.14 എന്നൊക്കെ പറഞ്ഞെടുക്കുന്നത്. പക്ഷെ ഒരു സ്റ്റാൻഡേർഡ് വാല്യൂ വരുന്നതല്ല പൈ. അപ്പൊ പൈ എന്ന് പറയുന്നത് എന്താണ്, ഇറേഷണൽ നമ്പറാണ്. ഇറേഷണൽ നമ്പറാണ് നമുക്ക് ഇവിടെ കിട്ടുന്നതെങ്കിൽ, ഈ ഒരു ഫ്രാക്ഷൻ എടുക്കുന്ന സമയത്ത് പൈയുടെ ടൈമോ ഇറേഷണൽ നമ്പർ ആയിട്ട് കിട്ടുന്നെങ്കിൽ അത്തരം സിഗ്നൽസിനെ ഞാൻ എന്ത് പറയേണ്ടി വരും, നോൺ പീരിയോഡിക് സിഗ്നൽ എന്ന് പറയേണ്ടി വരും. അതേപോലെ തന്നെ ഇറേഷണൽ നമ്പർ വേറൊന്നാണ്, പെർഫെക്റ്റ്ലി റൂട്ട്സ് വരാത്ത നമ്പേഴ്സ് എല്ലാം ഇറേഷൻ ആണ്. ഇപ്പൊ √2 ഇറേഷൻ ആണ്, √3 ഇറേഷൻ ആണ്, √5 ഇറേഷൻ ആണ്. ഇതെല്ലാം എന്താണ്, ഇറേഷണൽ നമ്പേഴ്സ് ആണ്. ഇറേഷണൽ നമ്പേഴ്സ് വന്നു കഴിഞ്ഞാൽ ആ സിഗ്നൽ എന്ത് സിഗ്നൽ ആണെന്ന് പറയാം, നോൺ പീരിയോഡിക് സിഗ്നൽ എന്ന് പറയേണ്ടി വരും. റേഷണൽ നമ്പർ വന്നു കഴിഞ്ഞാൽ അതെന്താണ്, പീരിയോഡിക് സിഗ്നൽ ആണ്. ഓക്കെ അല്ലേ? അപ്പോൾ ആ രീതിയിലാണ് സിഗ്നലിന്റെ പീരിയോഡിസിറ്റി മെഷർ ചെയ്യുന്നത് അല്ലെങ്കിൽ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ പീരിയോഡിക് സിഗ്നൽ എന്ന് പറഞ്ഞാൽ എ സിഗ്നൽ വിച്ച് റിപ്പീറ്റ്സ് ഇറ്റ്സെൽഫ് ഓവർ എ പർട്ടിക്കുലർ ഇന്റർവൽ ഓഫ് ടൈം. ഒരു സ്പെസിഫൈഡ് ഇന്റർവൽ ഓഫ് ടൈം അനുസരിച്ച് റിപ്പീറ്റ് ചെയ്ത് വരുന്ന സിഗ്നൽസിനെയാണ് ഞാൻ എന്ത് പറയുന്നത്, പീരിയോഡിക് സിഗ്നൽസ് എന്ന് പറയുന്നത്. അങ്ങനെ അല്ലാത്തവ നോൺ പീരിയോഡിക് സിഗ്നലാണ്. ഓക്കെ അല്ലേ? സോ അടുത്ത ക്ലാസിഫിക്കേഷനിൽ എനിക്ക് നോക്കുക. അടുത്ത ക്ലാസിഫിക്കേഷൻ ആണ് ഈവൻ ആൻഡ് ഓഡ് സിഗ്നൽ. എ സിഗ്നൽ that satisfies even property is called even signal and is x of minus t is equal to x of t. അതായത് നമ്മൾ മാത്സിൽ പഠിച്ചിട്ടുണ്ട് ഈവൻ ഫംഗ്ഷനും ഓഡ് ഫംഗ്ഷനും. ഈവൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ f of minus x equal to f of x ആണെങ്കിൽ അതെന്ത് ഫംഗ്ഷൻ ആണ്, ഈവൻ ഫംഗ്ഷൻ ആണ്. അതേപോലെ f of minus x equal to മൈനസ് ഓഫ് f of x ആണെങ്കിൽ ആ ഫംഗ്ഷൻ എന്ത് പറയും, ഓഡ് ഫംഗ്ഷൻ എന്ന് പറയും. സെയിം കാര്യം തന്നെയാണ് സിഗ്നലിലേക്ക് വരുന്ന സമയത്തും. x of minus t is equal to x of t ആണെങ്കിൽ അത് എന്ത് സിഗ്നലാണ്, ഈവൻ സിഗ്നലാണ്. അതേപോലെ തന്നെ x of minus t is equal to മൈനസ് ഓഫ് x of t ആണെങ്കിൽ അത് എന്ത് സിഗ്നലാണ്, ഓഡ് സിഗ്നലാണ്. x of minus t is equal to മൈനസ് ഓഫ് x of t ആണെങ്കിൽ അത് എന്ത് സിഗ്നലാണ്, ഓഡ് സിഗ്നലാണ്. ഓക്കെ, അത്രേ ഉള്ളൂ ഈവൻ സിഗ്നലും ഓഡ് സിഗ്നലും. ഈവൻ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നത് ഈവൻ സിഗ്നലും, ഓഡ് പ്രോപ്പർട്ടിയാണ് സാറ്റിസ്ഫൈ ചെയ്യുന്നതെങ്കിൽ അത് എന്ത് സിഗ്നലാണ്, ഓഡ് സിഗ്നലുമാണ്. ഓക്കെ അല്ലേ? കുഴപ്പമില്ലല്ലോ. അപ്പൊ ഇതാണ് ഈവൻ സിഗ്നലും ഓഡ് സിഗ്നലും. പിന്നെ ഒരു ഓവറോൾ സിഗ്നൽ x of t എന്ന് തന്നു കഴിഞ്ഞാൽ അതിന്റെ ഈവൻ കമ്പോണന്റ് കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് 1/2 into x of t plus x of minus t. അതേപോലെ ഓഡ് കമ്പോണന്റ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല
1/2 ഇൻറ്റു എക്സ് ഓഫ് ടി മൈനസ് എക്സ് ഓഫ് മൈനസ് ടി. സോ ഇത് നമ്മൾ കൂടുതൽ ക്ലാസ്സസ് നമുക്ക് ഇതിന്റെ ആപ്പിൽ നമ്മുടെ വൺസിന്റെ ആപ്പിൽ അവൈലബിൾ ആണ്. സോ വൺസിന്റെ ആപ്പിൽ അവൈലബിൾ ആയിട്ടുള്ള ആ ക്ലാസ്സസ് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഇതിന്റെ പ്രോബ്ലംസ് കംപ്ലീറ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. എന്താണ് പ്രോബ്ലം വരുന്നത്, ഏത് രീതിയിലാണ് അതിന്റെ ഓഡ് കമ്പോണന്റ് ഈവൻ കമ്പോണന്റും സെപ്പറേറ്റ് ചെയ്ത് കണ്ടുപിടിക്കുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം. സോ അത് പ്രോബ്ലമാറ്റിക് സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട കാര്യമാണ്. നമുക്കിപ്പോൾ തിയററ്റിക്കൽ സെഷനിൽ നമ്മൾ പറയുമ്പോൾ നമുക്ക് എന്താണ് ഈവൻ സിഗ്നൽ, എന്താണ് ഈവൻ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്ന സിഗ്നലാണ് ഈവൻ സിഗ്നൽ. അതായത് എക്സ് ഓഫ് മൈനസ് ടി ഈക്വൽ ടു എന്തിന് ഈക്വൽ ആണ്, എക്സ് ഓഫ് ടി ആണ്. അതേപോലെ എക്സ് ഓഫ് മൈനസ് ടി ഈക്വൽ ടു മൈനസ് ഓഫ് എക്സ് ഓഫ് ടി ആണെങ്കിൽ അത് എന്ത് സിഗ്നലാണ്, ഓഡ് സിഗ്നലുമാണ്. ഓക്കെ, ആ രീതിയിലാണ് ഈവൻ കമ്പോണന്റും ഓഡ് കമ്പോണന്റും അല്ലെങ്കിൽ ഈവൻ സിഗ്നലിന്റെയും ഓഡ് സിഗ്നലിന്റെയും ഡെഫിനിഷൻ ആയിട്ട് വരുന്നത്. ഓക്കെ അല്ലേ? സോ നമുക്ക് അതേപോലെ തന്നെ വേറൊരു ക്ലാസിഫിക്കേഷൻ ഉണ്ട്, വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്ലാസിഫിക്കേഷൻ ഓഫ് സിഗ്നൽ ആണ് എനർജി സിഗ്നൽ ഓർ പവർ സിഗ്നൽ. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതിന്റെ പ്രോബ്ലമാറ്റിക് സെഷൻ തീർച്ചയായും എക്സാമിന് ചോദിക്കുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. എന്താണ് ഈവൻ എനർജി സിഗ്നൽ, എന്താണ് എനർജി സിഗ്നൽ? എ സിഗ്നൽ ഹൂസ് എനർജി ഈസ് ഫൈനൈറ്റ്. ഒരു സിഗ്നൽ, അതിന്റെ ഒരു സിഗ്നൽ, ഏതോ ഒരു സിഗ്നൽ, ആ സിഗ്നലിന്റെ എനർജി ഫൈനൈറ്റ് ആണ്. ആൾസോ പവർ ഈസ് സീറോ. ഒരു സിഗ്നൽ എനർജി ഫൈനൈറ്റ് ആണ്, അതുപോലെ തന്നെ പവർ സീറോ ആണെങ്കിൽ അത്തരം സിഗ്നലിനെയാണ് ഞാൻ എന്ത് പറയുന്നത്, എനർജി സിഗ്നൽ എന്ന് പറയുന്നത്. എനർജി സിഗ്നൽ ഈസ് എ സിഗ്നൽ ഹൂസ് എനർജി ഈസ് ഫൈനൈറ്റ് ആൻഡ് പവർ ഈസ് സീറോ ഈസ് നോൺ ആസ് എനർജി സിഗ്നൽ. അതേപോലെ തന്നെ വേറൊരു പവർ സിഗ്നലിന്റെ ഡെഫിനിഷൻ വെച്ചാൽ പവർ ഫൈനൈറ്റ് ആയിരിക്കും. എ സിഗ്നൽ ഹൂസ് പവർ ഈസ് ഫൈനൈറ്റ് ആൻഡ് എനർജി ഈസ് ഇൻഫൈനൈറ്റ്. എനർജി ഈസ് ഇൻഫൈനൈറ്റ് നോൺ ആസ് പവർ സിഗ്നൽ. അപ്പോൾ എനർജി സിഗ്നൽ ആവണമെങ്കിൽ കണ്ടീഷൻ എന്തായിരിക്കണം, എനർജി ഫൈനൈറ്റ് ആയിരിക്കണം. ആൾസോ എന്തും കൂടെ ആവണം, പവർ സീറോയും ആവണം. എനർജി ഫൈനൈറ്റ് ആയാൽ മാത്രം പോരാ, പവർ എന്താവണം, സീറോ ആവണം. അത്തരം സിഗ്നലിനെയാണ് ഞാൻ എന്ത് പറയുന്നത്, എനർജി സിഗ്നൽ എന്ന് പറയുന്നത്. ഇനി എന്താണ് പവർ സിഗ്നൽ? പവർ സിഗ്നൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിഗ്നൽ, ആ സിഗ്നലിന്റെ പവർ ഫൈനൈറ്റ് ആയിരിക്കണം, എനർജി എന്തായിരിക്കണം, ഇൻഫൈനൈറ്റ് ആയിരിക്കണം. മാറിപ്പോകരുത്. പവർ ഫൈനൈറ്റും എനർജി ഇൻഫൈനൈറ്റും ആകുന്ന സമയത്താണ് ആ സിഗ്നൽ എന്തായി മാറുന്നത്, പവർ സിഗ്നലായി മാറുന്നത്. ഓക്കെ അല്ലേ? സോ ഇതില് നമുക്ക് നമ്മൾ ആദ്യത്തെ ക്ലാസിഫിക്കേഷൻ പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു രണ്ട് തരത്തിലുള്ള സിഗ്നലുണ്ട്, കണ്ടിന്യൂസ് ടൈം സിഗ്നലുണ്ട്, ഡിസ്ക്രീറ്റ് ടൈം സിഗ്നലുണ്ടെന്ന് പറഞ്ഞു. സോ കണ്ടിന്യൂസ് ടൈം സിഗ്നലാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നതെങ്കിൽ അതിന്റെ എനർജിയും പവർ മെഷർ ചെയ്യാൻ കണ്ടിന്യൂസ് ടൈം സിഗ്നലാണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നതെങ്കിൽ അതിന്റെ എനർജി കണ്ടുപിടിക്കാനുള്ള ഫോർമുല ഇതാണ്, പവർ കണ്ടുപിടിക്കാനുള്ള ഫോർമുല ഇതാണ്. അതായത് ലിമിറ്റ് ടി ടെൻസ് ടു ഇൻഫിനിറ്റി മൈനസ് ടി ടു പ്ലസ് ടി മോഡുലസ് ഓഫ് എക്സ് ഓഫ് ടി ദ ഹോൾ സ്ക്വയർ ഡി ടി. അതേപോലെ പവർ കണ്ടുപിടിക്കാനുള്ള ഫോർമുല ലിമിറ്റ് ടി ടെൻസ് ടു ഇൻഫിനിറ്റി 1/2t മൈനസ് ടി ടു പ്ലസ് ടി മോഡ് എക്സ് ഓഫ് ടി ദ ഹോൾ സ്ക്വയർ ഡി ടി. ഓക്കെ, ഇത് ഏത് സിഗ്നലിൽ വരുന്ന സമയത്ത്, കണ്ടിന്യൂസ് ടൈം സിഗ്നലിൽ വരുന്ന സമയത്ത്. ഇതേ കാര്യം തന്നെ നമ്മൾ ഡിസ്ക്രീറ്റിലേക്ക് വരുന്ന സമയത്തുള്ള പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ് ഓഫ് എൻ എന്നാണ് ഡിസ്ക്രീറ്റിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. സോ ഇ ഈസ് ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി മോഡുലസ് ഓഫ് എക്സ് ഓഫ് എൻ ദ ഹോൾ സ്ക്വയർ. അതേപോലെ പി ഈസ് ഈക്വൽ ടു ലിമിറ്റ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി 1/2n + 1 സിഗ്മ എൻ ഈക്വൽ ടു മൈനസ് n ടു പ്ലസ് n മോഡുലസ് ഓഫ് എക്സ് ഓഫ് എൻ ദ ഹോൾ സ്ക്വയർ. ഓക്കെ, ഇതിന്റെ പ്രോബ്ലംസ് എല്ലാം നമ്മുടെ ആപ്പിലെ ക്ലാസ്സസിൽ അവൈലബിൾ ആണ്. നിങ്ങൾ തീർച്ചയായും ആപ്പ് സബ്സ്ക്രൈബ് ചെയ്യുക. അതിനകത്ത് കംപ്ലീറ്റ് കോഴ്സസ് നമ്മുടെ ഈ സബ്ജക്റ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള മാക്സിമം പ്രോബ്ലംസ് നമ്മുടെ ക്ലാസ്സസിൽ വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട്. പ്രോബ്ലമാറ്റിക് സബ്ജക്റ്റ് ആണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. സോ അത് നല്ലതുപോലെ ആക്സസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ടോപ്പിക്കും നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് നിങ്ങൾക്ക് നോക്കേണ്ടി വരില്ല. ഇതിനകത്ത് നിന്ന് തന്നെ നമ്മുടെ കംപ്ലീറ്റ് കോഴ്സസ് നമുക്ക് അവൈലബിൾ ആയിട്ട് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഇത്രയും ഫോർമുലാസ് യൂസ് ചെയ്ത്, ഈ ഒരു എനർജിയുടെയും പവറിന്റെയും ഫോർമുലാസ് യൂസ് ചെയ്തിട്ടാണ് സിഗ്നൽ എനർജി സിഗ്നലാണോ പവർ സിഗ്നലാണോ എന്നുള്ള കൺക്ലൂഷനിലേക്ക് നമ്മൾ എത്തുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നിവിടെ നോക്കിയ കാര്യം എന്ന് പറയുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് സിഗ്നൽസ് ആണ്. ബേസിക്കലി ഇൻട്രൊഡക്ഷൻ ഓഫ് സിഗ്നൽസിന്റെ പാർട്ടിലെ ക്ലാസിഫിക്കേഷൻ ഓഫ് സിഗ്നൽസ് ആണ്. സിഗ്നലിനെ ഏതെല്ലാം രീതിയിൽ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. സോ ആ ക്ലാസിഫിക്കേഷനിൽ നമുക്ക് ഞാൻ പറഞ്ഞു ആദ്യത്തെ രണ്ടെണ്ണം കണ്ടിന്യൂസ് ഓർ ഡിസ്ക്രീറ്റ്, അതുപോലെ ഡിറ്റർമിനിസ്റ്റിക് ഓർ റാൻഡം. ഇത് ജസ്റ്റ് നമ്മൾ അറിഞ്ഞിരുന്നാൽ മതി. നമുക്ക് കൂടുതൽ അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പ്രോബ്ലമാറ്റിക് സെഷനിലൊന്നും വരുന്ന ഏരിയ അല്ല. നമുക്ക് ബാക്കി മൂന്നെണ്ണം എന്ന് പറഞ്ഞാൽ പീരിയോഡിക് ഓർ അപീരിയോഡിക്, എനർജി ഓർ പവർ, ഈവൻ ഓർ ഓഡ്. ഇതെല്ലാത്തിലും നമ്മൾ പ്രോബ്ലം വരുന്ന കേസാണ്. സോ ഇവിടെ നമുക്ക് പ്രോബ്ലം ഏതെല്ലാം രീതിയിൽ വരുന്നു, ആ പ്രോബ്ലത്തിന്റെ കംപ്ലീറ്റ് ക്ലാസ്സസ് തിയററ്റിക്കൽ ഓറിയന്റഡും പ്രോബ്ലമാറ്റിക് ഓറിയന്റഡ് ആയിട്ടുള്ള സെപ്പറേറ്റ് ക്ലാസ്സസ് നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ്. നിങ്ങൾ തീർച്ചയായും ആപ്പ് സബ്സ്ക്രൈബ് ചെയ്യുക. സോ വിഷ് യു ഓൾ ദി ബെസ്റ്റ് ഫോർ ദ ടോപ്പിക്സ്. താങ്ക് യു.